ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഡിസൈനർ ആവണം, ഡിസൈനിങ് ഫീൽഡിലോട്ട് ഞാൻ ബികോം ആയിരുന്നു ഡിഗ്രി ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു ആഫ്റ്റർ ഡിഗ്രി ഒരു ഡിസൈനിങ് കോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സ് ചെയ്യണം, ഒരു ഡിസൈനർ ആവണം എന്നുള്ളൊരു സാധനം തോന്നിയിരുന്നു. അങ്ങനെ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്ന്. പക്ഷേ എനിക്ക് വേണ്ട പോലത്തെ ഒരു സാധനം, കുറേ ടൂൾസ് കാര്യങ്ങളല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാധനം ഇല്ലാതെ തോന്നിയിട്ട് തന്നെ അതിലുള്ള ഫീൽഡിലുള്ള ആൾക്കാരോട് അന്വേഷിച്ചപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടാണ് ഞാൻ ഇവോക്കിനെ അറിയുന്നത്. അങ്ങനെ ഇവോക്ക് പോയി എൻക്വയറി ചെയ്ത് ഞാൻ അഡ്മിഷൻ എടുത്ത്. അന്നത്തെ ബാച്ച് ഫുള്ളായിരുന്നു. എൻ്റെ നെക്സ്റ്റ് ബാച്ചിലോട്ട് അഡ്മിഷൻ എടുത്ത് 6 months കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം ആഫ്റ്റർ 1 week തന്നെ പ്ലേസ്ഡായി. ബാംഗ്ലൂരായിരുന്നു ഫസ്റ്റ് പ്ലേസ് ആയത്. പിന്നെ അതിന് ശേഷം ഞാൻ കൊച്ചിയിലോട്ട് മാറി. കൊച്ചിയിൽ 1.5 year വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദുബായിൽ നിന്നൊരു ഓഫർ വന്നത്. ഇപ്പോൾ ഞാൻ അൽഹംദുലില്ലാഹ് ദുബായിൽ 1.5 year ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ആ ഒരു അഡ്വർടൈസിങ് ഏജൻസി ബേസിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ അവർക്കറിയാം എങ്ങനെ ഒരു അഡ്വർടൈസിങ് ഏജൻസികളിൽ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസിങ് ഫീൽഡിൽ എന്തൊക്കെ ടൈപ്സ് വർക്ക് വരും, ഒരു ബ്രാൻഡിനെ എങ്ങനെ ഇതാക്കണം, ഒരു ബ്രാൻഡിങ് എങ്ങനെ തുടങ്ങണം. അത് മുതൽ നമുക്ക് ക്ലാസ് വരുമ്പോൾ തന്നെ നമുക്ക് ഡ്രോയിങ് ക്ലാസ് മുതൽ അവർ വീഡിയോ പ്രൊഡക്ഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, നമ്മൾ ഡിസൈനറാണെന്ന് കരുതിയിട്ട് ഡിസൈനിങ് മാത്രമല്ല അതിൻ്റെ ചുറ്റുപാടുള്ള സാധനങ്ങൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിലും കോപ്പി റൈറ്റിംഗ് ആണെങ്കിലും അതിൻ്റെ ബേസിക് സാധനങ്ങൾ നമുക്ക് അവർ തന്നിരുന്നു. ആ ഒരു സിലബസ് വെച്ചിട്ട് നമുക്ക് അറിയാം എങ്ങനെ ഒരു ബ്രാൻഡിങ് ചെയ്യണം, എങ്ങനെ തുടങ്ങണം, ഹൗ ടു അപ്രോച്ച് എ ബ്രാൻഡ്, എങ്ങനെ സാധനങ്ങൾ ഇതാക്കണം, അങ്ങനെ സാധനങ്ങൾ അവർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിപ്പിക്കൊണ്ട് തന്നെ ഇവിടെ വന്ന് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഗുണം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.